ഇന്ന് തക്കാളി ചോറാണ് തയ്യാറാക്കുന്നത്. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് പൊട്ടിക്കുന്നു. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് നന്നായി ഇളക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 5 വെളുത്തുള്ളി അല്ലി ചതച്ചത്, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അല്പം കറിവേപ്പില, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. സവാള ഒന്ന് നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കുക. 4 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി നന്നായി ഇളക്കി ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. ഈ സമയത്ത് തക്കാളി ഒന്ന് കരണ്ടി കൊണ്ട് ഉടച്ചു കൊടുക്കുന്നത് നല്ലതാണ്. തക്കാളി വെന്ത് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/4 കപ്പ് മല്ലിയില അരിഞ്ഞത് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചൂടാറിയ ചോറ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർക്കേണ്ടതാണ്. ഞാൻ 2 കപ്പ് ബസ്മതി റൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെളുത്ത അരിയുടെ ചോറാണ് തക്കാളി ചോറ് ഉണ്ടാക്കാൻ ഉപയോഗിക്കേണ്ടത്. അല്പം മല്ലിയില കൂടി വിതറി തീ ഓഫാക്കുക. അടിപൊളി തക്കാളി ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒന്നുണ്ടാക്കി നോക്കൂ.